ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ദാ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു പൊറോട്ടയുടെ റെസിപ്പിയാണ്. നമ്മൾ ബാക്കി വന്ന ചോറ് കൊണ്ട് ഒരു അടിപൊളി പൊറോട്ട ഉണ്ടാക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നമ്മൾ പൊറോട്ട അടിക്കുന്ന പോലെ അടിച്ച് പരത്ത് അങ്ങനത്തെ സംഭവമൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ മിക്സ് ചെയ്ത ജാറിലേക്ക് നമുക്ക് 1 കപ്പ് ചോറ് ഇടാം. ചോറ് എന്ന് പറഞ്ഞാൽ ഞാൻ തലേദിവസം എടുത്ത് വെച്ചിട്ട് ബാക്കി വന്ന ചോറില്ലേ, ആ ചോറ് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു ഇതുപോലത്തെ ഒരു പാത്രത്തിൻ്റെ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരച്ചെടുക്കാൻ പാകത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നോർമൽ വാട്ടറാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ട, നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതാ നമ്മൾ ചോറെടുത്ത അതേ പാത്രത്തിൽ തന്നെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ അതാ ഇതുപോലെ 2 പാത്രം ഗോതമ്പ് പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ 2 പാത്രം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അളവ് കൃത്യമായിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് എടുത്തിട്ടുള്ളത്. അതിൽ തന്നെയാണ് ചോറ് എടുത്തിട്ടുള്ളത്. അതിൽ 2 പാത്രം ഗോതമ്പ് പൊടി എടുത്തത്. കറക്റ്റ് അളവിന് വേണം നിങ്ങൾ എടുക്കാൻ കേട്ടോ. ഒപ്പം തന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കൈ വെച്ചിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അരച്ച് വന്ന ചോറും ഗോതമ്പ് പൊടിയും ഒക്കെ കൂടി മിക്സ് ആവുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ആ ചോറും നമ്മുടെ ഗോതമ്പ് പൊടിയും ഒക്കെ കൂടി ഞാൻ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ലൈറ്റ് ചൂടുള്ളോ, എന്നാലും നമുക്ക് കുഴയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് സ്പൂൺ കൊണ്ടൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. പതുക്കെ പതുക്കെ കുഴച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ഈ പരുവത്തിലായിട്ട് അപ്പോൾ കൈയൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഓയിൽ നമുക്ക് കയ്യിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചോറും ഗോതമ്പ് പൊടിയായ കാരണം നന്നായി ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് നന്നായി നമ്മൾ കുഴച്ചെടുക്കുക. നമ്മൾ പൊറോട്ടയ്ക്ക് ഇടിക്കുന്ന പോലെ ഇടിച്ച് പരത്തൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അതെന്തായാലും നമ്മൾ ചോറല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പശ കൂടി ആകുമ്പോൾ ഒട്ടിപ്പിടുത്തം വരും. അപ്പോൾ നന്നായി കുഴച്ചെടുക്കുക. അപ്പോൾ അതാ മാവ് നന്നായി സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമുക്ക്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്കൊരു പെട്ടെന്നൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം ഇതിന് കഴിക്കാൻ. അപ്പോൾ അതാ നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം. ആദ്യം ഞാൻ സബോളയും പച്ചമുളകും ഒന്ന് വാട്ടാം. വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് പൊടി ഇട്ടെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ സബോളയൊക്കെ വാടി വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടാം. ആദ്യം നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മസാലകളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കാം. മസാലകളൊക്കെ വാടിയതിന് ശേഷം ഞാനൊരു തക്കാളി മിക്സിയിലൊന്ന് നന്നായി പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. അതൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു തക്കാളിയിലൊരു പച്ച ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഒന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ അതാ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ മിക്സ് ചെയ്ത ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചാറ് വേണ്ട നമുക്ക്. അപ്പോൾ ഒരു കുറുകുറന്നനെ ചാറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ ഉപ്പും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതാ കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കറിവേപ്പില വഴറ്റണ സമയത്ത് ഇടാൻ മറന്നു.
പനി അതും കൂടി ഒന്നുകൂടി തിളയ്ക്കട്ടെ. കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കുക. മതി, കുറച്ച് ഗ്രേവി നമുക്ക് വേണമല്ലോ. ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പൊറോട്ട നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ദാ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്കൊക്കെ ആക്കണ പോലെ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് എടുക്കാം. അപ്പോൾ അതാ എല്ലാം ഞാൻ ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഞാൻ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെയാണ് നമ്മൾ പരത്തുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ടിതാ നമ്മൾ ചപ്പാത്തിക്ക് പരത്തണ പോലെ തന്നെ പരത്തുക. പിന്നെ സാധാരണ മൈദ വെച്ചിട്ട് പൊറോട്ട എടുക്കുന്ന പോലെ നമ്മൾ റോൾ ചെയ്തിട്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട. നമ്മളൊരു സ്ക്വയർ ടൈപ്പിലാണ് ഇന്ന് പൊറോട്ട ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഗോതമ്പ് പൊടി കുറച്ച് തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ വേഗം റൗണ്ടായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് കിട്ടും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ ഞാൻ നന്നായിട്ട് നല്ല വലുപ്പത്തിൽ നന്നായി നമ്മൾ പരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ പൊറോട്ട നമ്മൾ പരത്തി കൊടുത്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിൽ പരത്തി കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഞാനൊന്ന് ക്രോസ് ചെയ്ത് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വെക്കുകയാണ്. മടക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഓയിലോ നെയ്യോ വേണമെങ്കിൽ എന്തെങ്കിലും വേണമെച്ചാൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അവിടെ ക്രോസ് ആക്കിയിട്ട് ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ പരത്തിയെടുക്കണം. അപ്പോൾ സ്ക്വയറായിട്ടാവും നമ്മുടെ ഈ പൊറോട്ട ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ പരത്തിയെടുക്കട്ടെ. അപ്പോൾ അതാ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണം ഫസ്റ്റ് എടുക്കുക. നമുക്കിത് പരത്തിയെടുക്കണം. നമുക്ക് പൊറോട്ടയ്ക്ക് കിട്ടുന്ന ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്ക്വയറായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നല്ല ലെയർ കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയും കിട്ടും. നമുക്ക് വീശി അടിക്കൊന്നും വേണ്ട. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് നെയ്യൊന്ന് തൂക്കി കൊടുത്തിട്ട് നമ്മൾ പരത്തി വെച്ചാൽ നമ്മുടെ പൊറോട്ട നമുക്ക് ചുട്ടെടുക്കാം. നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഭാഗം നമ്മളിങ്ങനെ ഓയിലൊന്ന് പരട്ടി കൊടുത്തിട്ട് അപ്പുറത്തെ വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ലോണം നന്നായി പൊന്തി വരും. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. നല്ല കഴിക്കാനും ഹെൽത്തിയാണ്. നമ്മൾ മൈദയൊന്നും ചേർക്കാണ്ട് നമുക്ക് വീട്ടിൽ ബാക്കി ചോറുണ്ടെങ്കിൽ ചോറും ഗോതമ്പ് പൊടിയും കൂട്ടിയിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കാം. അപ്പോൾ കണ്ടില്ലേ നല്ല ഗോൾഡൻ ഒരു കളറും വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ, കുറേ നേരമൊന്നും വേണ്ട. അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പൊറോട്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചുട്ടുകൊടുക്കാം. നല്ല ലെയറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ ചോറ് ബാക്കി ഉണ്ടെങ്കിൽ ചോറും ഗോതമ്പ് പൊടിയും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട കിട്ടും. നമുക്കിങ്ങനെ പൊളിച്ച് നോക്കുമ്പോൾ തന്നെ നല്ല ലെയറായിട്ട് തന്നെ കിട്ടും. അതും കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നോക്കിയൊക്കെ ഞാൻ പിടിക്കുമ്പോൾ നല്ല സോഫ്റ്റ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത് നമ്മൾ ചോറും ഗോതമ്പ് പൊടിയും കൂട്ടിയിട്ടുള്ള പൊറോട്ടയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കണ്ടാൽ നല്ല സോഫ്റ്റ് ഉണ്ട്. കഴിക്കാമെന്ന് വെച്ചാൽ പിന്നെയും നമ്മൾ കഴിച്ചു നോക്കും. അപ്പോൾ ഇതുപോലെ ബാക്കിയൊക്കെ ചോറ് വരികയാണെങ്കിൽ നിങ്ങളിപ്പോൾ ചോറും ഗോതമ്പ് പൊടിയും കൂട്ടിയിട്ട് പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂൾ കഴിഞ്ഞ് വരുന്ന മക്കൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. വീശി അടിക്കൊന്നും വേണ്ട. അതുപോലെ ഒരു മുട്ട റോസ്റ്റും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.